இந்த மாதிரி ஏதாச்சும் கிடைக்குமா இன்னும் லைஃப்பில் தெரியல. ஆனால் இது நல்லா இருக்கு. നാം കുമാര അഞ്ജലി. അഞ്ജലി ആ ന്യൂജൻ നെയിം. എന്താടാ മായനെ കണ്ടിട്ട് എനിക്കൊരു മീൻഡില്ലാത്ത. നല്ല കുട്ടിയാ. സംഭവം അതും പെണ്ണെന്നാണ്. അതുകൊണ്ട് മായൻ്റെ ആളാവാൻ വഴിയില്ല. ഓളൊന്ന് പേടിപ്പിച്ചു. സിംഹവാലൻ ആദ്മി അങ്ങനെ ആരൊക്കെ ഉണ്ട് എന്നാവും. ഫോഗ് അടിച്ച വഴി കംപ്ലീറ്റ്ലി. ഇത്ര നേരം ഒറ്റയ്ക്കായിരുന്നു. 1 കിലോമീറ്റർ മുമ്പ് കൂടിയതാണ്. ഒരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഓട്ടാ. അമ്മയാണെന്ന് തോന്നുന്നു. എന്ത് കണ്ടിട്ടാണോ പഠിച്ചോന്നറിയാം. പോയേക്കാം. കൊച്ച് ആരാ ഇരിക്കണേ? ആരാതേ? വാ എൻ്റെ മോനെ. ശരിയായ വൈബ്. ഓ പാർട്ട്ണറോടെ വാ. പാർട്ട്ണർ വരുന്നുണ്ട്. എന്താണോ അവൻ്റെ ഉദ്ദേശം എന്നറിയില്ല. വഴിയിൽ മരം വീണ് കിടക്കുന്നു. സീൻ പാർട്ട്ണർ പിണങ്ങി തോന്നുന്നു. കുറേ ബാക്ക് പോലെ വരുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ കുറച്ചൊക്കെ വർത്താനം പറയുന്നത്. എന്ത് ചെയ്യാൻ, ഇങ്ങനത്തെ കുറച്ച് പാർട്ട്നേഴ്സിനൊക്കെ കിട്ടിയാൽ പാടേ. വഴി എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ വൈബ്. സീൻ സ്ഥലം. ഓ വ്യൂ പാറടാക്കാണ്. വ്യൂ இந்த மாதிரி ஏதாச்சும் கிடைக்குமா இன்னும் லைஃப்பில் தெரியல. ஆனால் இது நல்லா இருக்கு. இந்திய കുറേ നേരം മുന്നിൽ കയറിപ്പോ. ഏയ് എങ്ക പോരടാ? നോക്കേ വയ്യക്കാരോ തടഞ്ഞു വെച്ചോണേ. പോയേക്കാം. ലെറ്റ്സ് ഗോ. Another place, another chapter of life. വ്യൂസലാട്ടോ കംപ്ലീറ്റ്. ഫോഗ് ഉണ്ടായതുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. വ്യൂ കാണാൻ നിൽക്കുന്നില്ല. കാരണം എത്തൂല, കാണാനും കഴിയൂല. വൈറ്റ് അടിച്ചേക്കുക. ഏയ് ഞാൻ പോവാട്ടോ. എവിടുക്ക? ഞാൻ ഇറങ്ങുന്നില്ല. ഞാൻ പോവണേ. വാ. ഉണ്ടെങ്കിൽ പോന്നോ അല്ല ഞാൻ പോവും. എന്നാൽ പോട്ടെ. അങ്ങനെ പാട്ട് പിരികയാണ് ഗൈസ്. വീട് പറയുകയാണോ? ഓ ഫോഗ് കാറ്റൊക്കെ അടിച്ചിട്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. എന്ത് തിരിച്ച് കയറിയോ? പോരുണ്ടോ? അപ്പോൾ എന്നാ പോര്. പോവാം. ലെറ്റ്സ് ഗോ. പുള്ളിക്കാർ നിന്നില്ല കേട്ടോ. എന്താ മാറി നടക്കുന്നത്? ക്യാമറ പോന്നിക്കുന്നു. എന്തേ പേര് കൊടുക്കണമല്ലോ. എന്താ വിളിക്കുക? ലെറ്റ്സ് ഗിവ് ഇറ്റ് ഹെർ നാം. എന്താ കൊടുക്കുക പേര്? എന്താ? എന്തേലും ഒരു പേര് കൊടുക്കണമല്ലോ. മണക്കണോടത്തൊക്കെ മൂത്രമൊഴിക്കല്ലേ ഇവര്. മണത്ത് അവിടെ മൂത്രം ഉണ്ടെങ്കിൽ അവിടെ മൂത്രമൊഴിക്കുന്നു പറഞ്ഞാൽ എന്തോ പേര് കൊടുക്കുക? ഞാൻ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കാം. വാ. എന്താ വെച്ചാലേ നമ്മളിപ്പോൾ പോണത് റൂട്ട് പ്രകാരം മാതേൻ്റെ എഡ്ജ് കൂടെയാണ്. എനിക്ക് സംശയം വില്ലേജ് താഴത്ത് കൂടെ പോകണമെന്നൊരു ഡൗട്ടും ചെയ്യുന്നു. അവിടെ ഒന്ന് പന്തേർപ്പേവോ അങ്ങനെ എന്തോന്ന് കണ്ടിന്. ഞാനാണെങ്കിൽ കറക്റ്റ് ചോദിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരുണ്ട്. ലെറ്റ്സ് കോൾ ഹർ മായ എന്ന് വിളിക്കാം അല്ലേ? മായ
മായ മായ തിരിഞ്ഞു നോക്കുന്നില്ല, എപ്പോഴാണോ തിരിഞ്ഞു നോക്കുന്നത്. എന്തായാലും ഇതാണ് റോഡ് വരുന്നത്. റോഡ് അല്ലോ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളും മനുഷ്യനുമില്ലാത്ത ഏരിയ. കുടംപുളിയൊക്കെ ഉണ്ട് അവിടെ, കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇത് കുടംപുളിയാണ് ഈ കാണുന്നത്. ഓക്കെ പോവാ. എങ്ങടെ പായുന്നേ? ഓയ് ഇല്ലേ, ആള് നല്ല പായലുണ്ട്. എന്തിനാണോ അപ്പോൾ അവിടെ എത്തി. തിരിഞ്ഞൊക്കെ ഒന്നും വേണ്ട, വിട്ടോ, ഞാൻ ബാക്കിലുണ്ട്. എന്ത് ചെയ്യാൻ, പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒപ്പം നടക്കണം. ഇതൊന്നെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ മുമ്പിൽ. ആരോട് പറയാം. മായ അവിടെ എന്തോ കണ്ട് നിന്നീന് കേട്ടോ. ഇനി നടന്ന എന്തോ ഞാൻ ഫോഗ് മൂടിട്ടോ, നല്ല ഫോഗ്, വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. ബാക്കിലും മുമ്പിലും ഫോഗ്. സീന് വ്യൂ നോക്ക്, എൻ്റെ മോനെ. I can't trust my eyes. കാണുന്നുണ്ടോ അവിടെ വല്ലതും? കാണിച്ചതാ. ഉള്ളുകൂടെ കുറച്ചടി ഭാഗം കാണുന്നുണ്ട്, അത്ര ഫോഗില്ലേണ്ടാണ്. ഫോഗ് കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ഇവിടെ. ആള് അവിടെ വെയിറ്റ് ചെയ്യാ, വേഗം വാടാ. വരാ അപ്പോൾ വരാ. ഐ എം കമ്മിങ്. ഓക്കെ പറ. എന്താ അറിയോ, വലിയ വ്ളോഗറായിട്ടൊന്നുമല്ല, പക്ഷെ കുറച്ച് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇത് എടുത്തു നോക്കിയാൽ മതി. സീനാ. കീഴെ പോരെ, നല്ല പച്ചപ്പുള്ള ഫോഗ് അടിക്കാൻ നോക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാ, ടൈമില്ല. ഫുഡ് കഴിക്കാനാകുമ്പോഴത്തേനും അടുത്തോ വെയിറ്റ് ചെയ്ത് നിന്ന് കണ്ട് ഞാൻ നിൽക്കുന്നോട്. പോവാ. എന്താ ഇവിടെ ഇതിപ്പോ ഫുള്ള് നടക്കും എൻ്റെ ഒപ്പം കൂടാ. എന്താ കണ്ടുകണേ? ഓയ് മായ മായ അവിടെ എന്താ പറ്റിക്ക? മരൊക്കെ നോക്ക്, ചുമ്മാ സീന്. സ്ഥലോ ഇവിടെ വെയിലൊക്കെ കെട്ടിക്കണം. പോവാ. ഓ ഇനിയും കാടാ ഉള്ളിക്ക്. കാണില്ല, ആയൊന്നും കാണാനൊന്നുമില്ല. അറ്റ് ലാസ്റ്റ് എന്തൊക്കെയോ തോന്നുന്ന ഒരു സ്ഥലം എത്തിക്കുന്നേ. ഇതിപ്പോ എന്താ ബിഗ് ചോക്ക് പോയിന്റോ? കാണിക്കാൻ കൊണ്ടോ? ഇല്ല ഞാൻ പോകുന്നില്ല. നോക്ക്, ഞാൻ പോകുന്നില്ല. പോയിന്റ് കാണാൻ നേരില്ല. ഞാൻ പോയിന്റ് ഒന്നും കാണണ്ട. വാ മായ പോകുന്നില്ല. വാ, പോയിന്റ് ഒന്നും കാണണ്ട. വില്ലേജ് എങ്ങനെ കണ്ടുപിടിക്കാൻ കാണിക്കേ? വാ, എനിക്ക് ഇവിടെ ഒക്കെ അറിയാം, എനിക്കറിയാം. പക്ഷെ പോര്, നമ്മളല്ല പോകുന്നേ. ബാ ഞാൻ പോവാട്ടോ. പോയി, ലെറ്റ്സ് ഗോ. എന്താ അറിയോ, പോയിന്റ് നമ്മൾ അവിടെയും മറ്റേ ലൂസിയ പോയിന്റ്, എക്കോ പോയിന്റ് ഒക്കെ കണ്ടാണ്. സെയിം സാധനം താഴത്തേക്ക് നോക്കുമ്പോൾ കാണാറുള്ളൂ. മഴ കയറി അനുസരണ കുട്ടിയാവുന്ന. അതുകൊണ്ട് പോയിന്റ് കല്ലപ്പോൾ പോണേ. വില്ലേജ് എവിടെ? പ്ലേസ് നോക്കി എന്നാ സീനാടാ. അവിടെയൊക്കെ പോയിന്റ് വേണ്ട, ഒക്കെ പോയിന്റാണ്. നമുക്ക് പോവാം. വാ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടടാ. പ്രൈവറ്റ് നോ ട്രെസ്പാസിങ്. വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. പോയോ, ലെറ്റ്സ് ഗോ. ഇങ്ങനെ കേട്ടോ മണത്ത് മൂത്രയിക്കുന്ന നോക്ക്. വഴിയൊന്നും കാണാനില്ല. ഒരു മനുഷ്യക്കുട്ടിനെ കണ്ടില്ലെങ്കിൽ ചോദിക്കാനും ഭയ്യ ഗാവുക്കി തരേ
അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരാൾ പോലും ഇല്ല. സോ വി ആർ ഗോയിങ് ഓൺ അവർ ഓൺ വേ. പക്ഷെ ഇവിടെ ഉള്ളിൽ വഴി കാണുന്നുണ്ട് കേട്ടോ. അയ്യോ ചതുപ്പ്. സോ നമുക്ക് പോയേക്കാം. വേറൊരു കാര്യം എന്താ പറയുക, നമ്മളെ സോളോ ഫിലിം മേക്കിൻ്റെ ഇപ്പോൾ Insta360 ലൂണ 4P ഒക്കെ അല്ലേ, അതൊക്കെ ഉണ്ട്. ശരിയായ സിനിമാറ്റിക് സാധനം എടുക്കുകയാണ് വ്ളോഗിങ് തന്നെ. അതേപോലെ ലൂണ പിന്നെ DJൻ്റെ 4P പോക്കറ്റ് ഡബിൾ ക്യാമറ ഒക്കെ ആയിട്ട് വരണേ, അതൊക്കെ ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ സിനിമാറ്റിക് വ്ളോഗ് എടുക്കായിരുന്നു. നമ്മളെടുക്കും. എടുക്കാതെ ഇട പോവാൻ. പക്ഷെ വില്ലേജ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വെരി ഇസ് എ വില്ലേജ് കണ്ടോ. ഇപ്പം ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഫോഗ് മാറി, ഇപ്പം നേരെയുള്ള റോഡ്. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഫോഗ് വരികയും ചെയ്യും. അങ്ങനെ നല്ല മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ സിറ്റുവേഷൻ. ചെത്ത് വൈബ് സീൻ. ഷേ ബാക്കിലായി, അന്ന ബാക്കിലായിരുന്നു. ഇപ്പം ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇനി സൈഡിൽ കൂടെ ഫ്രണ്ടിലേക്ക് പോകും. ഒരു കുറേ ഫ്രണ്ടിലേക്ക് പോകും. ഇതവിടെ പോണേ പോയി കുറേ ഫ്രണ്ടിൽ പോയിക്കോ. ആക്ച്വലി ഷീ ഈസ് പ്രൊട്ടക്റ്റിംഗ് മീ മേ ബി. അവിടെ എന്താ കാണാണ്ടോ? ഷേ വെള്ളമാണോ? എന്താ ഇവിടെ എന്താ? ഫേസും പാക്കറ്റൊക്കെ ഒരു അരുവി. പോവാ വാ. ആക്ച്വലി ഇവിടുത്തേരെ തോന്നുന്നു കേട്ടോ. എല്ലാ സ്ഥലവും നല്ലോണം അറിയാം. ഓരോ പോയിന്റ് എത്തുമ്പോഴും കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും. ഞാൻ പിന്നെ പോയിന്റ് കണ്ടറിഞ്ഞാണ്ട് തിരിച്ചു വിളിക്കുന്നത്. അടുത്തൊരു പോയിന്റ് എത്തിക്കണേ. അപ്പോൾ പുള്ളിക്കാരി ആദ്യം അങ്ങോട്ട് പോകും, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ ഇല്ലേ പറ്റിച്ചാ? ഇതുവരെ അങ്ങനെയാടാ ക്യാമറ എടുക്കുമ്പോൾ കളിയാക്കുന്നോ? ഇതാണ് ചൗക്ക് പോയിന്റ്. പോയിന്റ് നമ്മൾ കാണാൻ നിൽക്കുന്നില്ല, ഫോഗ് ആയിക്കാരം വെറുതെ ഇറങ്ങിയിട്ട്. ഓക്കെ പോണ്ട, ഞാൻ കണ്ട്. ഓ ഇതുവരെ അങ്ങോട്ട് പോയിട്ട് ഇപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ എന്നെ കളിയാക്കുന്നോ? തെറ്റോട്ടോ ഞാൻ. കുറച്ച് ആൾ. ഓ സീൻ. റിസോർട്ട് കിतना दूर उधर माथेरन पॉइंट एंट्री पॉइंट टाइम अब आया किधर से बाजार से? हाँ अभी एक उधर पॉइंट मिलेगा, आगे चौक पॉइंट है. हाँ चौक पॉइंट है, रामपुर पॉइंट है. हाँ ऐसा आएगा सर्कल है. हाँ अभी होटल पॉइंट है ना. हाँ ये जगह क्या? हाँ अब ऐसे जाओ चौक पॉइंट मिलेगा. हाँ ऐसा आएगा. ऐसा राम मार्केट सब बाजार मिलेगा. हाँ बाजार में जाएगा तो. हाँ ओके. मैं इस रास्ता में आया था, बाकी इधर से सीधा चलेगा तो फ़ायदा, बाकी चलेगा. उधर फर्स्ट पॉइंट मिलेगा. तो मैं किधर से बाजार गया ना? मैं आया से इंदिरा गांधी नगर रिसोर्ट में, उधर ऊपर अलेक्जेंडर पॉइंट है ना ऊपर, ऐसा आया था. हाँ सर्कल में ऐसा जाएगा सेम टाइम. ठीक है भैया. എന്താ വെച്ചാൽ 1 മണിക്കൂറൊക്കെ എടുക്കും ഗാവ് കണ്ടിറങ്ങാൻ. ഇതിൽ കൂടെയാണ് പോവാന്ന് അവർ പറഞ്ഞത്. ഇനിയില്ലേ നമുക്കങ്ങനെ പहले आ रहा है. ഗോവിന്ദ് മാമ പറഞ്ഞ് ഇതിൽ കൂടെ പോയാൽ ഗാവ് കിട്ടുന്നു. മായ വരുന്നുണ്ട് ബാക്കിൽ. ആദിവാസി. ഓക്കെ. ആ കാണുന്നതാണ് ഗാവ് എന്ന് പറയണ കേട്ടോ. പക്ഷെ ഇപ്പം നമുക്ക് ഇവിടെ പോകാൻ നിന്നാൽ പണി കിട്ടും.
അതുകൊണ്ട് അഗ്ലി ബാർ നോക്കാം. ഹായ് പോലോ ഇതിൽ കൂടെ ആണ് പോകാൻ പറയണത്. ഞാൻ പോയി വരാം കേട്ടോ, അവിടെ നിന്നോ. ഓക്കെ, ഇതിൽ കൂടെ പോയാൽ ഗാവ് ഉണ്ട് എന്നാണ് പോലും പറഞ്ഞത്. പോയി നോക്കാം. മോനെ അങ്ങോട്ട് വലിയൊരു കുജ്ജാണ്. പിന്നെ ആദികാവി ഗാവ്സ് അവിടെ ആണെന്നാണ് പറയണത്. പോയൊക്കെ കാണുന്നുണ്ടോ? ശരിയായ വൈബ്. ഇനി കേട്ടാ ഈ പെണ്ണിനെ ഞാൻ എവിടുക്കാ കൊണ്ട് പോയി വരാന്നാ പറഞ്ഞത്. നോക്കാം നമുക്ക്. പക്ഷെ ആദിവാസികൾക്ക് അതിന് പോകേണ്ടത് കുറെ പോകേണ്ടത്. അങ്ങനെ പോവാ. അയ്യോ സീന്. ഇവിടെ നിന്നൊക്കെ വീണാ മതി, കഴിഞ്ഞ കഥ. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോലാണ്. കുറച്ച് മുഷ്കിലാണ് തോന്നുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റുണ്ട്. ഇനി എങ്ങോട്ടാ പോകുന്നേ? വെറുതെ എന്നെ പ്രേരിപ്പിക്കില്ല കേട്ടോ. ഞാനേ ഒരു വഴിക്ക് പോവാണ്. മുഷ്കിലാട്ടോ, വൻ മുഷ്കില. ഇത്രക്ക് റിസ്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. മായ അവിടെ എത്തി. അതിൽക്കൂടെ വേണ്ടത് പോകുന്നത്. പോയോ എൻ്റെ മോനെ കുണ്ടു നോക്ക്. ചെയ്യോ ഓടി വണ്ടി വന്നിട്ട് ഇങ്ങനെ ഒരാൾ ബാക്കിലുണ്ടെന്നുള്ള ഓർമ്മ വേണ്ടേ? നോക്കുക അതിലെന്താ കാര്യം? ഇവിടെ ഇത്രേ ഉള്ളൂ. ഗാവ് ഇവിടെ റിസ്ക് എടുത്ത് വന്നിട്ട് ഗാവ് കാണാൻ പറ്റുന്നില്ല. എവിടെടി? നാട്ടുകാരിയല്ലേ, ഗാവ് അറിയില്ല എനിക്ക്. ഓ ഫോണൊക്കെ പാറി പോകുന്നു. ഇവിടെ ഇവിടെ ഗാവ് ചങ്ങായി പറ്റിച്ച. ഓ ഇതൊക്കെ അടിച്ചാട്ടോ, മണ്ണടിച്ച വിഷയ. അറ്റൻഡ് നല്ല ഹൈറ്റ്. ഇവിടെ എത്തിക്കണേ. ഫോണൊക്കെ പാറി പോകും. മായ നീ കേട്ടാ എന്നെ കൊണ്ടാവില്ല വീണ താഴെ പോയി എടുക്കാൻ. പാ പോവാ പോവാ. ഇവിടെ കാവുന്നില്ല. പക്ഷേ മുടിഞ്ച് അവിടെയൊക്കെ കുറെ ഗാവ് കാണുന്നുണ്ട്. ഇനി അതാണോ ഇവർ ഉദ്ദേശിച്ച ഗാവ്? ഏതായാലും ഗാവ് കാണാൻ പറ്റാതെ വളരെ കൂടി നമ്മുടെ സംഘം പിരിച്ചു വിട്ടതായി അറിയിക്കുന്നു. പോവാ പോവാ. ഒരു താഴത്തുനിന്ന് കയറി വരുന്നുണ്ട്. ഇനി അതിൽക്കൂടെയാണ് തോന്നുന്നത് ഗാവ്. പോയോ കാണാം. ഇതിൽ കൂടെയാണ് വച്ചിട്ടോ. നമുക്ക് വച്ച മാറിയതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? അഗ്ലി ബാർ നോക്കാം. റോട്ടിലെത്തണം, ഇല്ലെങ്കിൽ അവന്മാരെല്ലാം കൂടി കെട്ടിപ്പൂട്ടി പോകും. അയ്യോ ഞാൻ പോലെ ബാക്കിൽ പോവാന്ന് ആ പോയ ടീമിൻ്റെ ഒപ്പം. ഷോളിനെ വെയിറ്റ് ചെയ്യാണല്ലോ. സ്നേഹമുള്ള മായ ഗൈസ്. മേ ബി ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ വില്ലേജ് കാണണമെന്നുള്ള ബോധ്യോട് കൂടി കാണുന്നത്. പക്ഷേ ഐ എം സോറി ഗൈസ്, ഐ ക്യാൻ മേക്ക് ഇറ്റ്. ബട്ട് ഐ വിൽ നെവർ ഡിസപ്പോയിൻറ്റ് യു അഗെയിൻ. നെവർ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ ഇറങ്ങി 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 കൊണ്ടുപോകണം. ഓക്കെ, മായ പോയിട്ടോ. മായ പോലെ പോയി. കുറേ ഇറങ്ങാണ്ട്. സോ നമ്മളെന്ത് ചെയ്യുന്നു? അത് അവിടെ ആൾക്കാർ താമസിക്കുന്നത്. ഈ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ വാപ്പസ് പോവാം. ഓക്കെ, ഇനി ഓടാം. അങ്ങനെ നമ്മൾ പോകാനുള്ള റൂട്ട് തന്നെയാണ്. അവിടെ നിന്ന് കയറി വന്ന ചെക്കന്മാരുടെ. സോ മായ പോലും ഇന്നെ തന്നെ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച ഓലപ്പം പോയിന്ന്. മായക്ക് വേറെ പാർട്ണർ ഇട്ടിട്ടോ കൈ. മായ പോയി. മായ നമ്മളെ തേച്ചു ഗൈസ്.
മഴ തെച്ചു. ആരില്ലാതെ ഇപ്പോൾ മഴക്ക് നമ്മൾ വേണ്ടി തന്നെ. പക്ഷേ പോട്ടെ, അങ്ങനെ നഷ്ടപ്പെട്ടില്ല. നഷ്ടപ്പെട്ടത് എന്തെല്ലാം. വാ, നമ്മ വഴി തനി വഴി. വാ, ആയ എവിടോ ഫ്രണ്ടിൽ. നല്ല ഫ്രഷ് വാട്ടർ ആയാലോ, കംപ്ലീറ്റ് മിനറൽസാ. മായ പോയി, മായ തേച്ച് കഴിച്ചു. വീഴാ, വെള്ളം കുടിച്ചാൽ ഗ്യാപ്പിലേ മായ അവിടെ സ്റ്റക്ക് ഇട്ടിക്കണേ. എന്താ ഓലൊക്കെ വിട്ടിട്ട് നീ മറന്നിട്ടില്ല എന്നെ. അങ്ങനെ നീ വന്നു. മായ മായ ഇപ്പോൾ ഇവിടെ കുറച്ച് വീടൊക്കെ ആയിട്ടോ. ശരിയാ, ഇവിടെ എന്തൊക്കെയോ ഹിന്ദിയിൽ എഴുതി വെച്ച സ്ഥലമൊക്കെ. ചോട്ടാ പയ്യ ജനൽ കൂടെ പോലേക്കുന്ന ലൈഫ്. മായ അങ്ങനെ വിട്ടുപോകുന്ന ആളൊന്നുമല്ല, സ്നേഹമുള്ള പെണ്ണാ. നമുക്ക് ആ ചെറുക്കന്മാരെ പിടിക്കണോ മായ? അവൾക്ക് ചിലപ്പോൾ ഷോർട്ട് കട്ടൊക്കെ അറിയിക്കാരോ. ഓടെ ഓടെ. ഓ വീട് നോക്ക്. വീടോ റിസോർട്ടോ വാട്ട് എവർ ഇറ്റ് ഈസ്, ലുക്സ് നൈസ്. ഇവിടെ ഒരു വീട് എൻ കനവ്. നല്ല കോടിൻ്റെ അടുക്ക്, പീസ്ഫുൾ ഏരിയ. ഓടി മായ, ഓടി ഓടി ഓരെ പിടിക്കണോ? ഇത്ര നേരം ഫോഗില്ലായിരുന്നല്ലോ, ഇപ്പോൾ കംപ്ലീറ്റ് ഫോഗായി. ഇതാ ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രത്യേകത. പ്രശ്നം വൈബല്ലേ, അടിപൊളിയല്ലേ ഫോഗിപ്പോൾ കേട്ടോ. സർവീസില്ല കാണിക്കുന്നത്. ഇതുവരെയുള്ള സിറ്റുവേഷനൊക്കെ മാറി. അവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി ഓടാം. ചിലപ്പോൾ ചെറുക്കന്മാരെ വിളിക്കുന്നുണ്ടോ. മഴയുണ്ട്, മഴ പറ്റിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഷീ ഈസ് സ്റ്റിൽ വിത്ത് മീ. മഴക്കിവിടെ പങ്കാളി വെയിറ്റിംഗ് ഉണ്ട് തോന്നുന്നു കേട്ടോ. ഒരു ബ്ലാക്ക് ആളെ കാണുന്നുണ്ട്. ചിലപ്പോൾ മായ എന്നെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ കുരങ്ങനും. മായ കണ്ടു കഴിച്ച്. ആണോ മായ വിട്ട് പിരിയോ? തിരിഞ്ഞു പോന്നെ. എന്താടാ മായനെ കണ്ടിട്ട് എനിക്കൊരു മൈൻഡ് ഇല്ലാത്ത. നല്ല കുട്ടിയാ. സംഭവം അതും പെണ്ണെന്നാണ്. അതുകൊണ്ട് മായൻ്റെ ആളാവാൻ വഴിയില്ല. ഓളൊന്ന് പേടിപ്പിച്ചു. ഒരു സ്റ്റിൽ കൊരക്കാണ്. എന്തിനാണോ എന്തോ. മായൻ്റെ കൂടെ പോരുന്ന് പറ്റിയിട്ടില്ലേ. നിർത്തടേ. पुढे आला किती स्टँड का इधर नाम रिक्शा स्टैंड का इधर काम कर हां सॉस होटल है ना हां हां रेंज नहीं आने वाली इधर हां आगे आएगी रेंज हां नाम तुम्हारा अंजलि अंजलि हां न्यू जन नेम नया नेम है ना नहीं जुना ही नाम है हैं जुना नाम है हां ऐसा उतना पुराना काल वो अच्छा नाम दिखता है तो पुराना सब बंगलो गयो हां सब टूट गया हाँ इसको मैं शॉर्टकट नहीं है नहीं सीधा सीधा बाजार हाँ शॉर्टकट सब बंगलो बंगलो सब बंगलो हाँ ठीक है तुम्हारा घर नीचे उधर इधर है वो चादर लोग दिखा ना
उधर हाँ अब आए ना उधर ही हाँ ओके ओके ओ मेरे लाइट साथ है, उधर लाइट, में लाइट। हाँ उधर में लाइट लेके आते हैं उसको बिस्किट बिस्किट खिलाएगा ना हाँ सब बताएगा हाँ ठीक है ठीक है माँ क्या अंजलि माँ शुक्रिया थैंक यू धन्यवाद सीधा बेटा सीधा हाँ 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 सीधा यहाँ कितना टाइम आधा घंटे लगेगा आधा घंटा कौन सा होटल में उतरा है हाँ कौन सा होटल में उतरा है पार्क व्यू आगे हाँ वो बहुत लंबा है बहुत लंबा है 1 घंटा लगेगा 1 घंटा ഓ ഓക്കെ പോയേക്കോ 2 മണിക്കൂറൊക്കെ എടുക്കുന്ന പറഞ്ഞേ പോവാ हाँ हाँ इधर रेस हाँ घोड़ेगा घोड़ा का हाँ रेस होते हैं ना हाँ इधर हाँ इधर ही हाँ ऐसे जाने को किसी बोलो। टाइम रेस हो गया मई में अप्रैल मई में। अप्रैल मई हाँ यहाँ से सीधा जाएगा हाँ ജാസ്തി ആദ്മി ആയതാ हाँ ज़्यादा आता है आदमी ആ അവിടെ റേസ് നടക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നത് अब मई लेक को अप्रैल क्या है अभी लेक के क्या क्या है लेकर मैं लेक लेक हाँ कल आया था अच्छा हाँ अभी मैं गांव देखने के लिए आया था ऐसे ही गाँव है सब हाँ पूरा गाँव ऐसे ही है आदिवासी गाँव नीचे से आते हैं वो हाँ एंट्री है ना? नीचे से वो उसका टाइम नहीं है ऐसे मैं वापस आया था हम्म। അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ കുതിര റൈസ് എടുക്കുന്ന സ്ഥലമാണ് മെയ് ഏപ്രിലാണ് ടൈം എന്ന് പറഞ്ഞത് അങ്ങനെ അഞ്ജലി മാം നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ 1 മണിക്കൂർ എടുക്കുമെന്ന് അഞ്ഞ് പറഞ്ഞേ അത് സീനാ പോയൊക്കെ ഒരു കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ മായ നമ്മളെ വിട്ട് പിരിയും കാരണം എന്താ വെച്ചാൽ മായ എല്ലാവർക്കും ഗൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നാണ് അഞ്ജലി ചേച്ചി പറഞ്ഞത് നമ്മളോട് സോ മായയെ ഞാനൊരു ഗൈഡായിട്ടല്ല കണ്ടത് എൻ്റെ മനസ്സിൽ ഞാൻ അത്രയും സ്ഥാനം കൊടുത്തിരുന്നു കണ്ട ഓരോ സ്ഥലത്ത് പോകാൻ മണക്കുക അപ്പോൾ ഇനി അങ്ങനെ പോയോക്ക ഓടുക മണ്ടേ ചാടുക ഓൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോയി എത്തിക്കുമെന്നാണ് പറഞ്ഞത് വഴിയൊക്കെ നോക്കിയിട്ട് അർസീൻ വഴി തരാൻ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടി അറിയാം കുറഞ്ഞ ചിലവിൽ റൂമും ഫുഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓരോ ദിവസവും പോയി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് ഒരു 4-5 ദിവസത്തിനൊക്കെ മിനിമം എന്തായാലും ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒരു ദിവസം ഒരു പോയിൻ്റ് റെസ്റ്റ് ഗെയിമ് ബാക്കി ചില്ല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി നൈസ് ഓടണ്ട നമ്മൾ ഒരു ദിവസത്തിന് അടുത്ത ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് വന്നാൽ മണ്ടേണ്ടി വരും മണ്ടയിലും പോരാ പായേണ്ടി വരും മഴ അവിടെ എത്തി പോയൊക്കെ കൊടുങ്കാട് കൊടുങ്കാട് മായ എന്തായി കൂടെ കിടക്കുന്നേ മായ ആയിക്കോട്ടൊക്കെ നടക്കുന്നേ പോയാ കുറേ ടൈമായിട്ടോ ലാസ്റ്റ് വേറെ ഗൈഡ് ടീമൊക്കെ ഇറങ്ങിക്കണേ നമ്മൾ റിട്ടേൺ പോവാണ് ഇവിടെ ഒരു വില്ലേജ് സെറ്റപ്പൊക്കെ ആണ് ഇതെന്താ മസാജ് സെൻറ്റർ മറ്റേ നമ്മളെ ആൾദൈവം പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു വൈബ് കാണാം നമ്മൾ ഇട്ടടിക്കാം മായ പോയിട്ടോ മായനെ കാണാനില്ല ഷീ ഡിസപ്പിയേഴ്സ് വില്ലേജ് അത് അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം അത് കീഴിറങ്ങി പോകണം പിന്നെ കയറി വരുമ്പോഴത്തേന് നമ്മളെ ചെക്കൗട്ടിൻ്റെ ടൈമും കഴിയും അതുകൊണ്ട് മാത്രം സോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ